നമസ്കാരം. വീണ്ടും മണിപ്പേച്ചു മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇത് ഞായറാഴ്ച. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. എൻ്റെ ഒപ്പം വിഷ്ണു ഉണ്ട്. വിഷ്ണു ചോദ്യങ്ങൾ ചോദിക്കും. അത് ഞാൻ ഉത്തരം പറയാം. ഇന്ന് ഫുൾ ആൻഡ് ഫുൾ ജനങ്ങളെ ചോദ്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. സർ, ആദ്യത്തെ ചോദ്യം വന്നിട്ട് ജാഗ്വാർ ലാൻഡ് റോവർ സെയിൽസ് തന്നെ വലിയ ഇമ്പാക്റ്റിന് ഒറിജിനൽ കമ്പനിയിൽ എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ എൽഎക്സി, ടാറ്റ ടെക്നോളജീസ് ഇത് എല്ലാത്തിന്റെ ഷെയർസിൽ നോക്കുമ്പോൾ ജാഗ്വാർ ലാൻഡ് റോവർ JLRന്റെ ഇമ്പാക്ട് ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഇമ്പാക്റ്റ് ആണ്. ടാറ്റ LSCയും ടാറ്റ ടെക്നോളജീസും ദേ ഹാവ് അതർ ക്ലയൻറ്റ്സ്. ഈ ടാറ്റ LXC വന്നിട്ട് 2 വർഷത്തിന് മുമ്പേ ചോദിച്ചപ്പോഴും ഈ 1 വർഷത്തിന് മുമ്പേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഹൈലി ഓവർ വാല്യൂഡ് എന്ന്. പൈരസൂചി കൊണ്ടുവന്നിട്ട് പൈരസൂചി വിളുന്നതിന് കാരണം JLR എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വിളുന്നുവെങ്കിൽ ഈ റീസൺ പറയണത്. മെയിൻ റീസൺ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അത് ഓവർ വാല്യൂഷനാണ്. ടാറ്റ LSCയും ശരി, ടാറ്റ ടെക്നോളജീസും ശരി, ഇതിൻ്റെ ശേഷം അത് ഓവർ വാല്യൂഷൻ എന്ന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ഒരു കാരണം തന്നെ തേടുമെങ്കിൽ അത് ഇങ്ങനെ തന്നെ വരും. മൈൻഡ് സെറ്റ് ബയസ് എന്ന് പറയും. ദാറ്റ് ഈസ് ഇൻ മൈൻഡ് സെറ്റ് യു ക്യാൻ സേ എനി ആൻസർ. 2 വർഷത്തിന് മുമ്പേ ഒന്നും JLRൻ്റെ സെയിൽസ് വളരെ നന്നായിട്ടൊന്നുമില്ല. പിന്നെ ടാറ്റ LSC എങ്ങനെയായിരുന്നെന്ന് ചോദിക്കും. സോ ഓവറോളായിട്ട് ബേസിക്കാന്ന് നോക്കിയാൽ ടാറ്റ ടെക്നോളജീസും വന്നിട്ട് BMW ഇല്ലാതെ വേറെ കമ്പനിയുടെ ഒപ്പവും ബിസിനസ് ചെയ്യുന്നു. JLR അതിന് മാർക്കറ്റ് വാല്യൂ കൊടുത്തത് വളരെ കൂടുതലെന്ന് മാർക്കറ്റിലുള്ള സ്റ്റോക്ക് ഫീൽ ചെയ്ത സമയത്തിൽ അതിന് കറക്റ്റ് ചെയ്യാൻ ചെയ്തു. ടൈറ്റനിൽ തനിഷ്കിൻ്റെ സെയിൽസ് ഒരു 20% മുകളിൽ പോയി. അങ്ങനെ ഇരുന്നാലും സ്റ്റോക്ക് താഴെ വീഴുന്നു. അത് തെറ്റല്ലേ? നിങ്ങളൊരു സ്റ്റോക്കിന് 90 ടൈംസ് 100 ടൈംസ് ഏർണിങ്സിന് കൊണ്ടെടുത്തിട്ട് അത് വീഴുന്നതിൻ്റെ ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് കുത്തിക്കൊടങ്ങുക, അത് തെറ്റാണ്. LSC 90 ടൈംസ് 30-40 ടൈം ഏർണിംഗ് ഇരുന്നു ഒരു പീക്കിൽ. നിങ്ങളൊരു ഷെയറിൻ്റെ വിലയെ എവിടെയെങ്കിലും കൊണ്ടുപോകേണ്ടത് അതിനൊരു എക്സ്പെക്റ്റേഷൻ ഫിക്സ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫിക്സ് ചെയ്ത എക്സ്പെക്റ്റേഷൻ അവർ മാച്ച് ചെയ്തില്ലെങ്കിൽ അതിനെ താഴെ ഇട്ട് ചവിട്ടുന്നത്. അതിന് ശേഷം അതിന് കാരണം JLR എന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ കാണുന്നില്ല. ഏഷ്യൻ പെയിൻറ്റ്സിന് JLR റെസ്പോൺസിബിളാണ്. ഞാൻ പറയുന്നു ഏഷ്യൻ പെയിൻറ്റ്സ് കറക്റ്റായി, നെസ്ലെ കറക്റ്റായി. നെസ്ലെ എത്ര മോശമായിട്ട് ചെയ്തെന്ന് വെച്ചാൽ നെസ്ലെ NSEയിൽ ലിസ്റ്റഡേ ഇല്ല. അങ്ങനെ ഇരുന്നും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാണിച്ചതിനെ തൂക്കി നിങ്ങൾ നിഫ്റ്റിയിലിട്ടു. വാല്യൂ കുറഞ്ഞത് നിങ്ങളെ അതിന് പുറത്ത് തള്ളി. അവരൊന്നും ചോദിച്ചാൽ നിങ്ങളുടെ അടുത്തൊന്ന് നിഫ്റ്റിയിൽ ചേരാൻ. ഇതിന് ചോദ്യം എന്തെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാൻ വരുന്നെന്ന് വെച്ചാൽ കോമൺ ത്രെഡ് അബൌട്ട് ഓൾ ദിസ് ഇസ് ഓവർ വാല്യൂഡ് സ്റ്റോക്ക്. വെദർ ഇറ്റ് ഈസ് ടാറ്റ LXC എക്സെപ്റ്റ് ടാറ്റ മോട്ടോഴ്സ്, ഇറ്റ്സ് ഡയറക്ട്ലി ലീഡ്സ് ടു JLR. ഈ ആരും JLR റിലേറ്റഡ് ആയിട്ടില്ല. JLR ഈസ് വൺ ഓഫ് ദെയർ ക്ലയൻറ്റ്സ്. ബട്ട് എന്താണ് ഇതിനെക്കുറിച്ച് സ്ട്രോങ് ആയിട്ട് പറയണമെന്ന് വെച്ചാൽ എനി ഓവർ വാല്യൂഡ് സ്റ്റോക്ക് സം ടൈം ഓർ അതർ വിൽ ബി കറക്റ്റ്. ഇഫ് സെയിൽസ് വന്നിട്ട് 5, 10, 15% ഗ്രോ ആകുമെന്ന് വെച്ചോ, നമുക്കപ്പോൾ ഇത് 80 ടൈംസ് 90 ടൈംസ് ഏർണിങ്സിന് പറയാൻ പറ്റത്തില്ല. മനസ്സിലാവുന്ന 80% 90% ഗ്രോ ഏർണിങ്സിന് പറഞ്ഞാൽ കമ്പനി ഷുഡ് ബി 40% ഗ്രോത്തിലിരിക്കണം. അതായത് 40% ഗ്രോത്തിലിരിക്കണം. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് പ്രോഫിറ്റ് ഡബിൾ ആകും. 3 വർഷത്തിൽ പ്രോഫിറ്റ് ഡബിൾ ആകുമെങ്കിൽ 26%. 2 വർഷത്തിൽ പ്രോഫിറ്റ് ഡബിൾ ആയെങ്കിൽ ഈവൻ ദെൻ യു ആർ പ്ലേയിങ് 2 ഇയേഴ്സിൽ വരുന്ന പ്രോഫിറ്റിന് 40 ടൈംസ് ഏർണിംഗ് യു ആർ പേയിങ്. ഇപ്പോഴേ stock which is growing at 50% earning, you are paying 92. 46% earnings for after 2 years. After 4 years, you are paying 20 times earnings. 4 വർഷത്തിൻ്റെ ഗ്രോത്ത് ഇന്നേ നിങ്ങൾ കളിച്ചുകൊണ്ട് കുത്തുന്നേ കൊടയുന്നേന്ന് നിങ്ങൾ പറഞ്ഞാൽ കുത്താൻ തന്നെ ചെയ്യും, രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. ഏതൊരു ലാർജ് ക്യാപ് കമ്പനിയും ഇറ്റ്സ് പ്രോഫിറ്റ് ഈസ് ഗോയിങ് അസ് 50 ടൈംസ് ഏർണിങ്സ്. 50% എന്ന് പറയുമ്പോൾ ഈ വർഷം 1000 കോടിയെങ്കിൽ അടുത്ത വർഷത്തിൽ 1500 കോടി, അടുത്ത വർഷം 2650 കോടി, അടുത്ത വർഷം 3500 കോടി. എങ്ങനെ ദർ ഇസ് എ നമ്പർ. നിങ്ങൾ എക്സ്പെക്ടേഷനിൽ മാർക്കറ്റിന് മുകളിൽ കൊണ്ടുപോയിട്ട് അതിനുശേഷം ആരോ എന്തോ പറഞ്ഞ റീസൺ കൊണ്ടുവരുന്നു. ഫേമസ് PMS നടത്തുന്ന ഒരാളിരിക്കുന്നു, തമിഴ്ക്കാരില്ല, റൈറ്റ്? അവർ എല്ലാ TVയിലും വരും. കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞ് പറ്റിച്ചു. കൺസിസ്റ്റൻ്റായിട്ട് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഏഷ്യൻ പെയിൻറ്റ്സിൽ അത് പറഞ്ഞായിരുന്നു, ഫിലോസ ചെപ്പൽസ് പറഞ്ഞായിരുന്നു. ഇന്ത്യയിലൊരു 140 കോടി ആൾക്കാർ ഇരിക്കണമെങ്കിൽ 141 കോടി ആൾക്കാർ 141 ആൾക്കാർ ഫിലോക്സ ചെപ്പൽ വാങ്ങത്തില്ല.
ഇതിലൊരു 60 കോടി ആൾക്കാർ തന്നെ ഫിലാസോ ചപ്പൽ വാങ്ങും. വലിയ നമ്പർ അതേ വലിയ നമ്പർ ഇതിൻ്റെ കയ്യിൽ എത്ര ദിവസം എല്ലാവരും ചെരുപ്പിട്ടോ അതിൻ്റെ മേൽ വാല്യുവേഷൻ കൊടുത്താണ് വാങ്ങിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞ കഥ പറയണത്. എൻ്റെ വീട്ടിൽ ഞാൻ 10 വർഷത്തിന് ഒരു പ്രാവശ്യം തന്നെ വെള്ളം അടിക്കാൻ പറ്റും. 7 വർഷത്തിന് ഒരിക്കൽ ഫുള്ളായിട്ട് പെയിൻറ്റ് അടിക്കുമായിരിക്കും. ഫ്രാഡ് റെഡിയായി. എൻ്റെ അമ്മയുടെ ഫ്രാഡ് റെഡിയായി. 13 വർഷമായി. 2 പ്രാവശ്യം പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. ഡെയിലി ഞാൻ ഏഷ്യൻ പെയിൻറ്റ്സിന് അടിച്ചാൽ കൂടെ ഏഷ്യൻ പെയിൻറ്റ് വാല്യുവേഷൻ അതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചുകൊണ്ട് ബെറ്റർ വാല്യുവേഷൻ ഹാഡ് ടു ബി റിയലിസ്റ്റിക് ഇതാണ് ഞാൻ പറയുന്നത്. മനസ്സിലാക്കുന്നു സർ. ഓക്കെ സർ, ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ വന്നതിൽ ഡോളറിന്റെ വാല്യൂ ഹിറ്റ് ആകുമോ? അപ്പോൾ ആ സമയം ഞാൻ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണത് എന്നത് ശരിയായിരിക്കുമോ? അങ്ങനെയെന്ന് സതീഷ് കുമാർ എന്നൊരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട് സർ. ഡോളറിൻ്റെ ഡോമിനൻസ് കുറയും. ഡോളറിൻ്റെ ഡോമിനൻസ് പോകത്തില്ല. എന്തെന്ന് വെച്ചാൽ ഇന്ത്യ ചൈനയെ വിശ്വസിക്കില്ല, ചൈന ഇന്ത്യയെ വിശ്വസിക്കത്തില്ല, ജപ്പാൻ എഹമിൽ ട്രേഡ് ചെയ്യത്തില്ല. ഇന്ത്യ ജപ്പാൻ ചൈന ട്രേഡ് ചെയ്യണമെങ്കിൽ ഡോളറിൽ തന്നെ ട്രേഡ് ചെയ്യണം. ഡോളർ ഇസ് ഗോയിങ് നോവെയർ. ഡോളർ വീക്കൻ ആയെങ്കിൽ ഗോൾഡിൻ്റെ വില കയറും, ബിറ്റ് കോയിൻ്റെ വാല്യൂവും കയറും. 20% ഓഫ് വേൾഡ് ട്രേഡ് വന്നിട്ട് ഇല്ലീഗൽ ട്രേഡാണ്. പെണ്ണുങ്ങളെ കടത്തുന്നത്, ഡ്രഗ്സ് കടത്തുന്നത്, ടെററിസം ഫിനാൻസിങ് ഇതുപോലെയാണ്. ഈ 20% വന്ന് ഇതിൽ പോകുന്ന ബിറ്റ് കോയിൻ ആർ ആൾട്ടർനേറ്റ് കറൻസി. മിച്ചരിക്കുന്ന 80% വന്നിട്ട് ഡോളറിൽ തന്നെ ഇരിക്കും. കാരണം ഞാൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫാന്ന് ചോദിക്കുന്നതൊക്കെ ഒരു കഥയാണ്. Then we are not investing in American companies. We are investing in American companies to supply to the world. Investing in Japanese company with supply to the world. നമ്മളെടുത്തിരിക്കുന്ന ഈ 1 കോടി 4 കോടി ഡോളറിന് വേണ്ടി വെച്ചുകൊണ്ട് നമ്മൾ ഡോളർ മാർക്കറ്റ് ഡോമിനൻസിനെ കുറിച്ച് സംസാരിക്കേണ്ട. KRDL എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ച് 3 വർഷത്തിന് മുമ്പ് പറഞ്ഞതുപോലെ എനിക്കൊരു ഓർമ്മ. ബട്ട് ഇപ്പോൾ റീസെന്റ് ടൈംസിൽ അതിനെക്കുറിച്ച് സംസാരിക്കണതല്ലേ സർ? ലാർജ് ക്യാപ്പ് അത് എപ്പോൾ സംസാരിച്ചെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലത്തിലുള്ള ഭാഗവാദർ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ വേൾഡിനെ റൈസ് സപ്ലൈ ചെയ്യാൻ പോകുന്ന റൈസ് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. വില കയറിയ ഉടനെ ഇവിടെ ബാൻ ചെയ്തു. ഈ KRBLൻ്റെ അരിസി വാങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സൂപ്പർ മാർക്കറ്റിൽ എല്ലാവരും പോയി അവിടെ അടിവെച്ചു. സർ അപ്പോൾ KRBL റേറ്റിംഗ് എടുത്ത് ഞാൻ അപ്പം സംസാരിച്ചിട്ട് ഇപ്പൊ എന്തെന്ന് വെച്ചാൽ സർ, KRBLന്റെ PE 18 എങ്കിൽ അതിൽ വന്നിട്ട് ഇന്ത്യ ഗേറ്റ് ബാസ്മതി റൈസ് ബ്രാൻഡ് ഇവരടുത്താണ് ഇരിക്കുന്നു എന്ന് പറയുന്നു. അറിയാം സർ, ഞങ്ങളൊക്കെ ആഴ്ചയിൽ 4 ദിവസം ബിരിയാണി കഴിക്കുന്ന ആൾക്കാർ സർ. ഇൽക്യാബ് കമ്പനി അതിന്റെ പ്രൊമോട്ടർ എനിക്ക് അറിയത്തില്ല. എനിക്ക് കളിക്കുന്നുണ്ട്, 1-2 വാങ്ങാം സർ. ഇനി ബിരിയാണി എനിക്ക് കാശിൽ അതിനെ വാങ്ങാമോ സർ? ബിരിയാണി കാശിൽ വാങ്ങുന്നത് കൺസിഡർ ചെയ്യും. 1 അത് സ്മാൾ ക്യാപ്പ്, 2 എനിക്ക് പ്രൊമോട്ടറിനെ അറിയത്തില്ല, 3ാമതായിട്ട് അതിന് എത്ര കടൻ ഇരിക്കുന്നു എന്ന് അറിയത്തില്ല. ഇത് കാരണം ഇതിനെ പട്ടാസ് ലിസ്റ്റിൽ നിങ്ങൾ ചേർക്കണ്ട. പട്ടാസ് ലിസ്റ്റിന് വേണ്ടിയല്ല സാർ, ഒരു സംശയത്തിലാണ് ചോദിച്ചത്. ന്യൂസിൽ ഞാൻ ക്രോസ് ചെയ്ത് പറഞ്ഞ സമയത്തിൽ ഈ ഷെയറിനെ കുറിച്ച് സാർ സംസാരിച്ച ഓർമ്മ വന്നു, അതാണ് ചോദിച്ചത്. അതെ, അവർ എഡിബിൾ ഓയിൽ കൂടെ അവർ ചെയ്യാൻ പോകുന്നു. എക്സാക്ട്ലി സാർ. എഡിബിൾ ഓയിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഏഷ്യ പോയ സ്ഥലങ്ങളിൽ ഇമ്പോർട്ട് ചെയ്ത് സ്റ്റിക്കറിനിട്ട് വിൽക്കും. ഓക്കെ സാർ, ഫൈൻ. ഓവർസീസ് ഇൻവെസ്റ്റർ ഇന്ത്യയിൽ നിന്ന് ഒരു $100 ബില്യൺ എടുത്തിട്ട് വെളിയിൽ പോയിരിക്കുന്നു. അതെ, അപ്പൊ ഇത് മാർക്കറ്റിനെ അപ്പോൾ കൊലാപ്സ് ചെയ്തിരിക്കണമല്ലേ സർ? ബാസ് അവൻ $100 മില്യൺ വെളിയിലെടുത്ത് പോയെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് മൂലം 3.5 ലക്ഷം കോടി വാങ്ങിയിരിക്കുന്നു. ഏറ്റാ ആ വെളിയിൽ പോയവന് അല്ലാ നിങ്ങൾ വെളിയിൽ പോയില്ലെങ്കിലും പ്രശ്നമില്ല, വാങ്ങുന്നു എന്നാൽ നിങ്ങൾ വാങ്ങി അവരെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നു. ഇന്നൊരു കാര്യം, ആ സൈഡിൽ RBI ഡോളറായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ $100 ബില്യൺ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, $100 ബില്യൺ വന്നിട്ട് ബോണ്ട് മാർക്കറ്റ്, ഈവൻ ഡെബ് മാർക്കറ്റിൽ എടുത്തത് അതൊക്കെ ഇരിക്കുന്നു. ഇന്ത്യൻ ബോണ്ട് മാർക്കറ്റിൽ തനി, ഓപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിൽ തനി, RBI ബോണ്ട്സ് വിറ്റ് എടുത്തുകൊണ്ട് പോയത് തനി, ചിലതൊക്കെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് പോയത്, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സെയിൽ ചെയ്തിട്ട് ഓടിപ്പോയതുമുണ്ട്. ചേർത്താണ് $100 ബില്യൺ. ഇത് വന്നിട്ട് നിങ്ങളുടെ FDI ഡെഫിനറ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നെറ്റ് FDI പോയ ക്വാർട്ടർ നിങ്ങൾ നോക്കിയാൽ 300, അതായത് പോയ ഇത്ര ദൂരം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, ഇത്രയ്ക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. ആ ഗ്യാപ്പ് നമുക്ക് FDI ആയിട്ട് വരണം. ക്വാർട്ടറിൽ FDI കുറവായിട്ട് വരുമ്പോൾ അത് നെറ്റ് FDI $100 ബില്യൺ എങ്കിൽ അന്നതും പോയതും എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ സെയിമായിരിക്കുന്നു.
ഇത് കാരണം നിങ്ങൾക്ക് നെറ്റായിട്ട് അകത്ത് വരുന്നില്ല. റിസോഴ്സും കുറയുന്നു.